അദ്ദേഹം പറഞ്ഞു ഗുരുവിന്റെ അവസാന കാലഘട്ടമായി എന്ന് പറഞ്ഞ സമയത്ത്. പക്ഷെ അത് കഴിഞ്ഞപ്പോൾ അദ്ദേഹം എത്രയോ വർഷം നമുക്കൊപ്പം ആക്റ്റീവായിട്ട് വളരെ വളരെ ആക്റ്റീവായിട്ട് നമുക്കൊപ്പം ഉണ്ടായിരുന്നു. എല്ലാ കാര്യങ്ങളും ഇടപെട്ടിരുന്നു. കഴിഞ്ഞ ഗുരുകുല കൺവെൻഷന് വരെ പ്രയോജനം ചെയ്യാൻ എല്ലാ ദിവസവും വന്നിരുന്നു. സ്റ്റെപ്പ് കയറി വരണമായിരുന്നു. ഗിരിയിലേക്ക് എത്തണമെങ്കിൽ സ്റ്റെപ്പ് കയറി വരണമായിരുന്നു. അത് എല്ലാ ദിവസവും വന്നിരുന്നു. എല്ലാ വിഷയങ്ങളും വളരെ സജീവമായി ഇടപെട്ടിരുന്നു. എല്ലാവരുമായി സമ്പർക്കം ചെയ്തിരുന്നു. അങ്ങനെയായിരുന്നു കഴിഞ്ഞ ഡിസംബറിൽ വരെ. അപ്പോൾ അതൊക്കെ ഒരു ഊർജ്ജമാണ് നമുക്ക്. അത്തരം വെളിച്ചങ്ങൾ നമ്മുടെ ഉള്ളിൽ ഭൗതികമായി വരെ നമുക്ക് പോലെങ്കിലും അത് പ്രകാശമായി നമ്മുടെ ഉള്ളിൽ ഉണ്ടാവട്ടെ. അത് ഒരു കരുത്താണ്. ആ കരുത്തിനെക്കുറിച്ച്, ആ വെളിച്ചത്തെക്കുറിച്ച്, ആ പ്രകാശത്തെക്കുറിച്ച്, ആ അറിവിനെക്കുറിച്ച് ചിന്ത ചെയ്യാനാണ് നമ്മൾ ഈ സായാഹ്നം. എല്ലാവരെയും ഞാൻ ഒറ്റവാക്കിൽ ചോദ്യം ചെയ്യുന്നു. സ്വാമി ഇന്നലെയാണ് ഞാൻ സ്വാമിയെ വിളിക്കുന്നത്. സ്വാമി ഇങ്ങനൊരു ആലോചനയുണ്ട് എന്ന് പറഞ്ഞു. സ്വാമി നേരത്തെ അതുപോലെ ജയന്തിയും ഒക്കെ ഈ കാര്യത്തിൽ കാണിക്കുന്ന ഒരു വളരെ നേരത്തെ എത്തി ആദ്യം ചെയ്യുക. അത്രയും കാര്യങ്ങളിലൊക്കെ എല്ലാവരെയും ഞാൻ ഒറ്റവാക്കിൽ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ്. ഈ യോഗത്തിൻ്റെ അധ്യക്ഷനായിട്ട് സുഖമായിട്ട് അതിന് സുഹൃത്തുക്കളെ, ഗുരു മുരുകാനന്ദസ്വാമി ദീർഘകാലമായിട്ട് മഠാധിപതിയായിരുന്നു. നമ്മുടെ സ്വാഗതം പറയുന്ന അധ്യക്ഷൻ പറഞ്ഞ പ്രസിഡന്റാണ്. നമ്മുടെ ഗുരുകുലത്തിൻ്റെ അധ്യക്ഷൻ ചെറുതിരി മഠത്തിലാണ് അധ്യക്ഷൻ പ്രസിഡന്റ്. ഇവിടെ ഗുരു നിത്യ എന്ന് പറഞ്ഞു. നമ്മളിവിടെ ഇതിന് വേണ്ടിയിട്ട് ഈ എലക്ഷൻ പാടില്ല. നമ്മളൊരു ഗുരു വരണം, അതിൻ്റെ പേര് ശിഷ്യനായിട്ട് വരണം. നാരായണ ഗുരുകുലത്തിൽ എങ്ങനെയാണ് അവർ നാരായണ ഗുരുകുല സമയത്തിന് പിന്നീട് 2 സ്വാമിമാരിനെ അടുത്ത 2 എഴുതി വയ്ക്കുന്നതാണ്. അപ്പോൾ നേരത്തെ നടരാജ ഗുരു ആദ്യം ഗുരു നിത്യാനന്ദ ജോൺ സ്പിയേഴ്സ് വന്ന് പോയ ശേഷം ഗുരുവിനെ വിട്ട ശേഷം അത് കഴിഞ്ഞിട്ട് പ്രകാശ് സ്വാമിയെ ആക്കിയത്. ഗുരു സമാധിയാകുന്ന നടരാജ ഗുരു സമാധിയാകുന്ന നടരാജ ഗുരു 73-ലാണ് സമാധിയായത്. സ്വാമി സിവിൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ പഠിച്ചു കഴിഞ്ഞിട്ട് കൊല്ലത്ത് ജോലി ചെയ്യുന്ന സമയത്ത് ഇവിടെ ഗുരുകുലത്തിൽ കെട്ടിടം കിട്ടാൻ വേണ്ടിയിട്ട് ആദ്യമായിട്ട് ഗുരുവിലേക്ക് വരുന്നത്. ഗുരു നിത്യചൈതന്യതിയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ഗുരുവിന് പെട്ടെന്ന് കണ്ടപ്പോൾ ഒരു 12 വയസ്സായ കുട്ടിയാണെന്ന് തോന്നി. പക്ഷെ അന്ന് 20 വയസ്സുണ്ട്. കാണാൻ വളരെ ചെറുതായി. പക്ഷെ കംപ്ലീറ്റ് വർക്കും അതിൽ ചെയ്തതൊക്കെല്ലാം അങ്ങനെയാണ് ഗുരുമുനി ഗുരുവിലേക്ക് പോകുന്നത്. കുറച്ച് കഴിഞ്ഞപ്പോഴേക്ക് ഇതിൻ്റെ ഭാരം കൂടിയപ്പോൾ ജോലിയെ രാജിവെച്ചു. ഗവൺമെൻറ് ജോലി രാജിവെച്ചു. മുഴുവൻ സമയവും ഗുരുകുലത്തിന് വേണ്ടി വെച്ചു. അന്ന് വാല്യൂസ് പറഞ്ഞ ഇംഗ്ലീഷ് ഒരു പുസ്തകം നമുക്ക് ഗുരുകുല മാസിക വരുന്ന വാല്യൂസ് എന്നൊരു പുസ്തകം വരുന്നതായിരുന്നു. ആ പുസ്തകത്തിന് അതിൻ്റെ എല്ലാം ശരിയാക്കാനൊക്കെ ഗുരു നിത്യനീതിയും നടരാജഗുരു കഴിഞ്ഞ പിന്നെ അന്നത്തെ നമ്മളുടെ ഗുരു മുന്നിനെയാണ് ഏൽപ്പിക്കുന്നത്. അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു പ്രിൻറ്റിങ് അന്നൊന്നും ഇവിടെ ഇല്ലാത്തതുകൊണ്ട് പലവിടെയും പോയിട്ട് പ്രിൻറ്റിങ്ങിൻ്റെ ബുദ്ധിമുട്ടായ സമയത്ത് അവിടെ മംഗളാനന്ദ സ്വാമിൻ്റെ പേരിൽ മംഗള പ്രസ് വന്ന് അവിടെ തന്നെ തുടങ്ങി. അതിൻ്റെ ഉത്തരവാദിത്വം ഗുരു മുന്നിക്കാൻ വന്നു. അങ്ങനെ അവിടെ നിന്നാണ് തുടങ്ങിയത്. എൻ്റെ അടുത്ത് തന്നെ ഒരിക്കൽ പറഞ്ഞു, ഞാൻ ആദ്യം ഇതെല്ലാം കാണാപ്പാടം പഠിക്കും, എന്നിട്ടാണ് അർത്ഥം മനസ്സിലാകുന്നത്. പിന്നെ ഞാൻ ആദ്യം വായിക്കുന്നത് പലവിടെയും പോയിട്ട് എൻ്റെ അടുത്ത് സംസാരിക്കാൻ പറയുന്നത് എനിക്ക് കാര്യം അറിയാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. അങ്ങനെയാണ് ഞാൻ പഠിക്കാൻ തുടങ്ങിയത്. പഠിച്ചപ്പോഴേക്ക് പിന്നെ ആഴത്തിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഭഗവത്ഗീതയും ഗുരു മുനി എഴുതിയിട്ടുണ്ട്, അതിൻ്റെ വ്യാഖ്യാനമുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു, രാജഗുരുവിൻ്റെ ഉണ്ട്, ഗുരു നിത്യേൻ്റെ ഉണ്ട്. അപ്പോൾ അല്ല, അതിന് രണ്ടിനും കൂടിയിട്ട് ചില ഭാഗങ്ങൾ ചില സമയത്ത് അതിലുണ്ടായിട്ടുണ്ട്. അതും കൂടി കറക്റ്റ് ചെയ്തിട്ടാണ് ഞാൻ എഴുതിയത്. ഇപ്പം നമ്മളിപ്പോൾ ഗുരുകുലത്തിൽ ഇപ്പോഴത്തെ മഠാധിപതി സ്വാമിയാണ് നമുക്ക് ഭഗവത്ഗീത ക്ലാസ്. ഗുരു മുന്നിൻ്റെ ഇത് കുറച്ചുകൂടി ഈസിയറാണ്. രാജഗുരുവിൻ്റെ റഫ് ചെയ്യുന്നതിനെക്കാട്ടി കുറച്ചുകൂടി ഈസിയറാണ് ഗുരു മുന്നിൻ്റെ ഭഗവത്ഗീത വായിക്കുന്നത്. ഇപ്പോൾ അടുത്ത കാലത്ത് തന്നെ ഇപ്പോൾ വീണ്ടും ആത്മോപദേശം മലയാളത്തിൽ കഴിഞ്ഞു. ഇംഗ്ലീഷിൽ എനിക്ക് 90 ശ്ലോകം വരെയായി. അവസാനം ഞാൻ കഴിഞ്ഞ ഡിസംബറിലാണ് കണ്ടത്. ഡിസംബർ 2nd വീക്കിലാണ് കണ്ടത്. അപ്പോൾ കുറച്ചുകൂടി ഉണ്ട്, ആരോഗ്യം സമ്മതിക്കുകയാണെങ്കിൽ അത് പൂർത്തിയായിരുന്നു. പക്ഷേ ഇംഗ്ലീഷിൽ വരുമ്പോഴേക്കും മലയാളം എഴുതിയിട്ട് 2 കൊല്ലം മുമ്പിൽ തുടങ്ങിയതാണ്. അപ്പോൾ അപ്പോഴേക്കും നമ്മുടെ ഇത് കുറേ കൂടി ആശയങ്ങൾ മാറി. അപ്പോൾ അതിന് തിരിച്ച് ഇംഗ്ലീഷിലേക്ക് അവർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് കുറച്ചുകൂടി ഉണ്ട്. അത്
പൂർത്തിയാക്കിയിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഇത്രയൊക്കെ വയ്യാണ്ടിരുന്നിട്ട് പല അസുഖം കുറേ കൊല്ലങ്ങളായിട്ട് ക്യാൻസറായിരുന്നു. ഏറ്റവും ഇത് പറഞ്ഞാൽ ഒരു ജാപ്പനീസ് ട്രീറ്റ്മെൻറ്റ് നടത്തിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഇവിടുത്തെ ഡോക്ടർ തന്നെയാണ്, പക്ഷേ ഒരു ജാപ്പനീസ് വേ ഓഫ് ട്രീറ്റ്മെൻറ്റ് എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടും കുറേ ഹോസ്പിറ്റലായിരുന്നു ക്യാൻസർ. കുറേ കഴിഞ്ഞപ്പോഴേക്കും അത് കൂടിയിട്ടില്ല കമ്മിയായിട്ടില്ല നോക്കിയപ്പോൾ. പക്ഷേ കഴിച്ച രീതി തെറ്റായിരുന്നു. ഗുരു നോക്കി, ശുശ്രൂഷിക്കുന്നവർ നോക്കി, ത്യാഗിസ്വാമി നോക്കി, എല്ലാവരും നോക്കിയിട്ടാണ് ട്രീറ്റ്മെൻറ്റ് വന്നത്. പക്ഷേ എന്തുകൊണ്ടോ നമുക്കത് എഴുതാൻ ആ ഒരു ട്രീറ്റ്മെൻറ്റ് ഒരു ഭാഗം വിട്ടുപോയി. പക്ഷെ എന്നിരുന്നാലും ഉണ്ടായില്ല. അത് ഇപ്പോൾ ക്യാൻസർ വന്നിട്ട് 15-20 കൊല്ലം ആയിട്ടുണ്ടാവും ഉണ്ടാവുന്നതാണ്. അപ്പോൾ അതിനൊന്നും ആയി. പിന്നെ ഇടയ്ക്ക് കാലുവേദന വരുമ്പോൾ കുറേ ആയിട്ട് ഇപ്പോൾ 2 കൊല്ലം ആയിട്ട് ഇടയ്ക്കിടയ്ക്ക് ഹോസ്പിറ്റലിൽ പോകും വരും. ഈ നവംബറിലപ്പോൾ ഇരിക്കുമ്പോൾ ഞാൻ അവിടെയുള്ള ശശിനൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു ഗുരു എടുത്തിട്ട് ഇങ്ങോട്ട് അവിടെ പോകാമോ, അവിടെ പോയി ഇരിക്കുമ്പോൾ എനിക്കിപ്പോൾ ഞാനിപ്പോൾ കുറച്ചപ്പോഴേ വീണതാണ്, രാവിലെ വീണ് സഹായിക്കാൻ നിർത്തിയിരിക്കുക. അപ്പോൾ ഇപ്പോൾ ക്ലാസ് ത്യാഗസ്വാമി എടുക്കുന്ന കൊണ്ട് ഭഗവത്ഗീതൻ്റെ ഞാൻ പറഞ്ഞ വേഴ്സ് പറഞ്ഞിട്ട് അതിന് അങ്ങനെ ഒരു 5-10 മിനിറ്റ് എടുത്തില്ല, 5 മിനിറ്റ് കൊണ്ട് ഞാൻ നമ്മൾ അന്ന് വരെ ആ കഴിഞ്ഞ ആഴ്ച പഠിച്ച ശ്ലോകത്തിൻ്റെ കാര്യം വളരെ വ്യക്തമായിട്ടും സ്പഷ്ടമായിട്ടും പറഞ്ഞു. എത്ര ക്ലാരിറ്റി ഉണ്ട് അതിലല്ല. അത് വളരെ ഇതാണ്. അതിൻ്റെ മുമ്പ് ഞാൻ കാണുന്ന സമയത്ത് ഒരിക്കൽ പോകുമ്പോൾ തീരെ വയ്യാണ്ടിരിക്കരുത്. ഇതിൽ 1 കൊല്ലം 1.5 കൊല്ലം മുമ്പിൽ കാര്യമാണ്. അങ്ങനെ തലയങ്ങനെ ടേബിളിൽ അങ്ങനെ ചാരി വയ്ക്കും. അപ്പോൾ ഞാനവിടെ സുഖു ഒന്ന് ഇരുന്നു. ഞാനിപ്പോൾ ഇങ്ങനെ സമയത്ത് എന്താ സംസാരിക്കുന്നത് വിചാരിച്ചിരിക്കുകയും അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ദർശനമാലൻ്റെ അവസാനത്തെ ഇതിൽ പറയുന്നത്. ഈ പറഞ്ഞ സ്വാമി ഇങ്ങനെ ഇരിക്കുന്ന ദർശനമാലൻ്റെ ആ ശ്ലോകം ഉണ്ട്. ആ അർത്ഥം എന്തോ പറയുമ്പോഴേക്ക് സ്വാമി എടുത്തിട്ട് ആ ശ്ലോകം മുഴുവൻ പറയുകയും ഇങ്ങനെ അസുഖത്തിൻ്റെ ഒന്നും കണ്ടുമില്ല. എൻ്റെ വ്യാഖ്യാനം പറയുകയും കൂടി മുൻകാൻ ത്യാഗസ്വാമി പറഞ്ഞക്കാട്ടിയും സ്പഷ്ടമായിട്ടും പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ അസുഖമായിട്ടുള്ള ഈ ആധ്യാത്മിക കാര്യം വരുമ്പോഴേക്ക് അങ്ങനെ ഗുരു എനിക്കത് അതാണ് വലിയ അതിശയം. അങ്ങനെ ഇരുന്നിട്ട് ഈ ഇതിൽ കൂടിയൊക്കെ സലൈവ ഉണ്ടായിരുന്നു. അങ്ങനെ ഇരുന്നിട്ട് ഞാൻ കണ്ണു നോക്കിയിട്ട് നിങ്ങൾ പറഞ്ഞ സ്വാമിയാണ് ദർശനമാലയുടെ കാര്യം പറയുമ്പോഴേക്ക് അങ്ങനെ എഴുതിയോ ഇങ്ങനെയുള്ള സ്വാമിയാണ്. അങ്ങനെ എല്ലാ കാര്യവും എഴുതിയിട്ടുണ്ട്. ഏറ്റവും നല്ല ഞാൻ ആദ്യം വായിച്ച പുസ്തകം എനിക്കൊന്നും മനസ്സിലായില്ല. ബേസിക് ലെസൺസ് ഓഫ് ഹിന്ദു റിലിജൻ എന്ന് ഫിജി ഐലൻഡ്സ് വെച്ചിട്ട് എഴുതിയത്. അതിൽ ആ തുടക്കം വന്ന അതിൽ പറയുന്നത് ഒരു കുട്ടി സയൻസ് എക്സിബിഷന് പോവുകയാണ്. എന്താ പോകുന്നത് സയൻസ് എക്സിബിഷൻ പറയും. പുസ്തകം കഴിയുമ്പോൾ ഈസാവാസി ഉപനിഷത്ത് കഴിയും. എനിക്ക് അതൊന്നും മനസ്സിലായില്ല. അതൊക്കെ വായിച്ചു പോയി നല്ലത്. പിന്നീട് വായിച്ചപ്പോഴാണ് അതിനാണ് കുറച്ചുകൂടി നമുക്ക് മനസ്സിലായി. അത്രയും ഇതാണ്. വെറും ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ്. ഒരു കുട്ടി വന്നിട്ട് ഗുരുവിൻ്റെ അടുത്ത് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ. ഞാൻ നാളെ എക്സിബിഷന് പോകുന്നു പറയും. എക്സിബിഷൻ എന്താ ചെയ്യുന്നത് പറയും. അവിടെ തുടങ്ങിയിട്ട് പിന്നെ അങ്ങനെ വന്നിട്ട് ആ പുസ്തകം കണ്ട് ഈസാവാസ്യം പറയും. അതാണ് ആദ്യം ഗുരുവിൻ്റെ പുസ്തകം ഞാൻ വായിച്ചത്. പിന്നെ ഒരു ബുക്ക് ഒത്തിരി കട്ടിയാണ്. 3 ആചാര്യാസ് ആൻഡ് നാരായണ ഗുരു, ശങ്കരാചാര്യ, മധ്വാചാര്യ, രാമാനുജൻ സ്വാമിയും നാരായണ ഗുരുവായിട്ടുള്ളത് വെച്ചിട്ട്. അപ്പോൾ എനിക്ക് അറിയുന്ന നമുക്ക് പൊള്ളാച്ചി മറ്റു താമസിക്കുന്ന ഒരു വലിയ ജമീൻ കൃഷ്ണരാജ് വണറായ, അദ്ദേഹം ഒരു വക്കീലാണ്. വക്കീൽ പ്രാക്ടീസ് ചെയ്തിട്ടില്ല, നല്ലൊരു ജമീന്ദാരാണ്. നല്ല തമിഴിലും ഇംഗ്ലീഷിലും നന്നായിട്ട് വായിച്ചിട്ടുമുണ്ട്, പ്രസംഗിക്കാനും പറയും. അദ്ദേഹം ഒരിക്കൽ വാറ്റിക്കാനിൽ പോപ്പിൻ്റെ അടുത്ത് അവരുടെ ഹിന്ദു റിലിജനെ കുറിച്ച് സംസാരിക്കാൻ ഇദ്ദേഹത്തിനെ വിളിച്ചു. അപ്പോൾ വിളിക്കുന്ന സമയത്ത് നമ്മുടെ സ്പീച്ച് ആദ്യം കൊടുക്കണം. അത് കുറച്ച് പേർക്ക് മാത്രമേ സംസാരിക്കാൻ പറ്റുള്ളൂ. എത്ര പേര് വിളിച്ചിട്ടുണ്ടെങ്കിലും അതിലത്തെ വിളിച്ചതിൽ ഒന്ന് വണറായാണ്. അവർക്ക് ഞാൻ എഴുതിയപ്പോൾ സാധാരണ ഞാൻ പഴയ പുസ്തകം അയച്ചു കൊടുക്കുമ്പോൾ ഉടനെ താങ്ക് യു എന്നൊക്കെ പറയും. ഇത് 10 ദിവസം കഴിഞ്ഞിട്ട് ഇയാൾ ഇദ്ദേഹത്തിൻ്റെ മറുപടി വന്നില്ല. 10 ദിവസം കഴിഞ്ഞിട്ട് ഇതിൻ്റെ ദിസ് ഈസ് എ ഗ്രേറ്റ് എഫേർട്ട്. ഈ 3 ആചാര്യന്മാരെയും കൂടി കമ്പയർ ചെയ്ത് ഞാൻ കുറച്ചേ നോക്കിയിട്ടു ഗെറ്റ് ബാക്ക് ടു ലേറ്റർ ഓൺ എന്ന് പറഞ്ഞിട്ട് അത്രയും ഇങ്ങനെ ഒരു അസാധാരണമായ ഒരു ജ്ഞാനവും ധൈര്യവും വേണം ഇങ്ങനത്തെ ഒരു അറ്റംപ്റ്റ് ചെയ്യാൻ തന്നെയാണ് ഗുരുവിനെ കുറിച്ച് പറഞ്ഞത്. ആ പുസ്തകം വന്നിട്ട് 10-15 കൊല്ലവും അത് വെച്ചിട്ടാണ്. അതും നല്ലൊരു പുസ്തകമാണ്. വായിക്കാൻ കുറച്ച് കട്ടിയാണ്. എന്താ പറയുക, ഇങ്ങനത്തെ ഒരു ഗുരുവാണ്. ഞാൻ ഒരു കാര്യം ഗുരു എന്നിട്ട് ഇവിടെ വെച്ചിട്ട് തന്നെ പറഞ്ഞൊരു കാര്യമായിരുന്നു. അന്ന് നമ്മളെ സ്വാസികാനന്ദ സ്വാമി പിന്നെ കൊന്നതാണോ മരണപ്പെട്ടാണോ അത് ആ ടൈമിൽ പറഞ്ഞപ്പോൾ 2 കാര്യത്തിന് ആ കാര്യങ്ങൾ പറയുന്നില്ല. അത് പറഞ്ഞപ്പോൾ ഇന്നമാതിരിയാണ്. നമ്മളതൊന്നും ആലോചിക്കണ്ട, അതൊക്കെ ഭഗവാൻ നോക്കിക്കോളും. നമ്മളതിനെക്കുറിച്ച് ലേവലപ്പെടേണ്ട ഒരു കാര്യമില്ല. അത് പ്രകൃതി നിശ്ചയമാണ്. നാം പ്രകൃതി കൂടെ ലയിച്ചിട്ട് പോവുകയാണെങ്കിൽ ഇതൊന്നും സാരില്ല. ഈ സമയത്ത് ഇങ്ങനെയൊക്കെ നടക്കണമെന്ന് പ്രകൃതി നിശ്ചയിച്ചു. അത് അങ്ങനത്തെ ആൾക്കാർ വരും, അങ്ങനെ ചെയ്യും. നമ്മളതിനെക്കുറിച്ച് ലേവലാതിപ്പെടേണ്ട കാര്യമില്ല. ഇവിടെ ഗുരുദേവന്മാർക്ക് ഇഷ്ടമാണ്. അപ്പം സ്വാമി ഇപ്പോൾ സമാധിയായപ്പോഴും അപ്പം ഇനി ഗുരുകുലത്തിൽ എങ്ങനെ ഇതാണെന്ന് പറഞ്ഞ് നമ്മൾ ഡെവലപ്പെടേണ്ട കാര്യമില്ല.
അത് പ്രകൃതിയും ഗുരുദൈവവും ഗുരുദേവനും എനിക്ക് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ